ഹലോ ഗായ്സ്, അപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു ഡ്രസ്സിന് ഞാൻ രൂപമാറ്റം ചെയ്ത ഒരു ക്രോപ്പ് ടോപ്പ് ഫുൾ എലാസ്റ്റിക് ആയിട്ടുള്ള ഷോൾഡറെല്ലാം എലാസ്റ്റിക്കിലുള്ള ഒരു ഡ്രസ്സായിട്ട് മാറ്റിയതിൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനിത് ഒരു കൃത്യമായ അളവിലൊന്നും ചെയ്തതല്ല. എൻ്റെ ഒരു ഊഹം വെച്ച് പിന്നെ യൂട്യൂബിലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാനൊരു ഇതിൽ ഒരു ചെറിയൊരു രീതിയിൽ അളവൊക്കെ നോക്കി അങ്ങനെ എൻ്റേതായ അളവ് നോക്കി ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ഡ്രസ്സിന് ഞാൻ രണ്ടായിട്ട് സ്റ്റിച്ചൊക്കെ എടുത്തു. അപ്പോൾ താഴെ അത്യാവശ്യം വീതിയിലുള്ളൊരു പാർട്ടും പിന്നെ മേൽഭാഗത്തിന് ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് കൈക്ക് വേണ്ടി എടുത്തത്. അപ്പം ഞാൻ ഇതിന് ഉള്ള അളവ് എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇതിൽ നിന്ന് അധികമായിട്ടൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. 2 പീസും അതിൽ എത്ര ഉണ്ടോ അത് വെച്ച് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അതായത് ഇതിൽ മൊത്തത്തിലുള്ള വീതി 36.5 പിന്നെ അതിൻ്റെ ഇറക്കം വന്നിട്ട് 23 ആണ്. നമുക്ക് 23ൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ക്രോപ്പ് ടോപ്പായിട്ടല്ലേ ചെയ്യണം. 23 വരുമ്പോൾ നല്ല ലെങ്ത്ത് വരും. എന്നാലും ഞാൻ അതിനെ കട്ട് ചെയ്തൊന്നും മാറ്റിയില്ല. എന്തായാലും തയ്ച്ച് വരുന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് കരുതി ഞാൻ അങ്ങനെ തന്നെ എടുത്തു. എന്നിട്ട് മുകളിലെ ഭാഗത്ത് ഒരു 6 ഇഞ്ചും താഴോട്ട് 4 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് അതിനെ ക്രോസ് ചെയ്തൊരു വര കൂട്ടി വരച്ചതിന് ശേഷം അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ആണ് നമ്മളുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്തോട്ട് വരുന്ന പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമ്മൾ മുകളിലും താഴെയും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യൽ തുമ്പ് മടക്കി അടിക്കുമല്ലോ, അങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ഒരു 1 ഇഞ്ചൊക്കെ കണക്കിന് നമ്മൾ വര കൊടുക്കണം. 1 ഇഞ്ച് ഡോട്ട് കൊടുത്തിട്ട് നീളത്തിന് ഇങ്ങറ്റത്തുനിന്ന് അങ്ങറ്റം വരെ വര കൊടുത്തതിന് ശേഷം അതിലൂടെയാണ് നമ്മൾ എലാസ്റ്റിക്, അതായത് നമ്മളുടെ ബോബിൻ ഇലാസ്റ്റിക് ആ ഗ്യാപ്പിൽ ഞാൻ ഭയങ്കര മടിച്ചായതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് ആദ്യമൊക്കെ അളന്ന്, പിന്നെ ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് ആ വര കണ്ട വരയുടെ ഭംഗി കണ്ട അറിയാം, ഊഹത്തിന് ജസ്റ്റ് ഇങ്ങനെ വര കൊടുത്തു. എന്നിട്ട് ആ വരയിൽ കറക്റ്റായിട്ടല്ല ഞാൻ അടിച്ചത്, വീണ്ടും അതിൽ നിന്ന് മാറ്റിയൊക്കെയാണ് ഞാൻ അടിച്ചത്. നമുക്ക് അടിച്ച് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എത്ര ഗ്യാപ്പ് വന്നാലാണ് ഭംഗി വരിക. ആ ഒരു രീതിക്ക് ചിലപ്പോൾ വരയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. എന്നാലും ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു വര വരച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു അകലത്തിൽ നമ്മൾ ആ സ്റ്റിച്ചെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ 2 പാർട്ടാണ് ഞാൻ ഇതിൽ ഒരെണ്ണമാണ് കട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുള്ളത്. അങ്ങനെ 2 പീസ് വേണം. ഞാൻ അഴിച്ചെടുത്തപ്പോൾ തന്നെ 2 പീസ് ഉണ്ടായിരുന്നു. അപ്പം വീഡിയോയിൽ 1 പീസാണ് ഞാൻ കട്ട് ചെയ്ത് ചെയ്യുന്നതൊക്കെ കാണിച്ചത്. അടുത്ത നമ്മളുടെ കൈയുടെ പീസാണ്. അതും ഞാൻ മേൽഭാഗത്തുനിന്ന് അതിലുള്ള തുണിയെ ഞാൻ വെട്ടിയെടുത്തതേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിന് അളവൊന്നും ഇല്ല. എന്നാലും ആ തുണിക്കുള്ള ഇറക്കം എത്രയെന്ന് വെച്ചാൽ 11.5 ഇഞ്ചും പിന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള വീതി 13 ഇഞ്ചും ആയിരുന്നു. എന്നിട്ട് അതിൽ ഞാൻ മേളിലൊരു 1.5 ഇഞ്ചും താഴോട്ടൊരു 5-5.5 ഇഞ്ചും അടയാളപ്പെടുത്തി നമ്മൾ ആദ്യത്തെ തുണി വെട്ടിയതുപോലെ തന്നെ ക്രോസ് ചെയ്ത് വെട്ടണം. എന്നിട്ട് അതിൻ്റെ മടക്കി അടിച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന, അതായത് ആ വെട്ട് വീണതിൻ്റെ അവിടെ നമ്മളൊരു എലാസ്റ്റിക്കിന് ഞാൻ 8.5 ഇഞ്ചാണ് എടുത്തിരുന്നത്. എലാസ്റ്റിക്കും വെച്ച് താഴെ ഇങ്ങനെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു ഷേപ്പ് ചെയ്തതിന് ശേഷം അതിൽ ബോബിൻ എലാസ്റ്റിക്കും വെച്ച് നമ്മൾ കൈയുടെ കാര്യം റെഡിയായി. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൈയും നമ്മളുടെ ഡ്രസ്സും വെച്ചിട്ട് ആദ്യം ഞാൻ അവിടെ കഴുത്തിന് എത്ര വീതി വേണമെന്നൊക്കെ ഞാൻ 8 എടുത്തത്. കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഷോൾഡറിൽ നമ്മൾ കൈക്കുള്ള ഷോൾഡർ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത്രയും പോർഷൻ ഒന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ട്. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കൈ ജോയിൻ ചെയ്തെടുക്കാവും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു ഊഹത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് അളവൊന്നും ഇല്ല ചെയ്തുകൊണ്ട് തന്നെ നോക്കിയതിന് ശേഷം ബാക്കി വെട്ടാനുണ്ടെങ്കിൽ വെട്ടാമെന്ന് കരുതിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് അങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ ആ കൈ ഒന്ന് ഇങ്ങനെ സൈഡ് കോണായിട്ട് വരുന്ന പോർഷൻ രണ്ടും ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ആദ്യം ഞാൻ ഈ ഒരു മോഡലിലാണ് അതിനെ ഫൈനൽ ചെയ്തത്. പക്ഷേ എനിക്കതൊരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ സൈഡ് പെരുത്തതിന് ശേഷം ഇതാണ്ട് ഈ ഒരു 1-1.5 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിനെ മടക്കി അടിച്ചപ്പോഴാണ് ഇങ്ങനെ വന്നത്. എന്നാൽ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായെന്നും വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.